അത് പിന്നീട് ആ മാർക്ക് ആ അടയാളം പോവാതെക്കാൻ വേണ്ടിട്ട് ഇട്ട് വെക്കുന്നതാണ്. ഇതിന് ടയറോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ജസ്റ്റ് ആ ഒരു ഡ്രൈവിംഗ് ഏരിയ. അതെ അതെ ഏരിയ അല്ല, അത് ക്യാബിൻ തന്നെ ഇല്ല, മുകളിൽ മേൽഭാഗം ഇല്ല. അതിന് സ്റ്റിയറിംഗും മാത്രമുള്ള ഒരു ഭാഗങ്ങളാണ് ഇതുവരെയുള്ള. ഇല്ല, ഞാൻ പറഞ്ഞ തന്നെയാണ് കാര്യങ്ങളായി വരുന്നത്. ഇത് ഇതിനുള്ളിൽ കുറെ വാഹനങ്ങൾ ഉണ്ട്. ഇത് പറയാനാണ് അനുവദിക്കാത്തത്. ഇത് ഇല്ല, ഒരിക്കലും പറയാൻ കഴിയില്ല. അർജുന അല്ല, അതും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? ഇവിടുന്ന് ഏകദേശം ഒരു 20-30 മീറ്റർ അപ്പുറം രണ്ട് വ്യത്യാസമുണ്ട്. രണ്ടാ. ഇവരെ ഞാൻ വീണ്ടും ആവശ്യപ്പെടുന്നത് ഈശ്വർ മലപ്പന്റെ കൂടെ മറ്റുള്ളവരും കൂടി അനുവദിച്ചിട്ട് ഇറങ്ങി തപ്പട്ടെ. ഇല്ല, അതെ, ഇന്ന് രാവിലെ എന്റെ നിർബന്ധപ്രകാരമാണ് രാവിലെ തന്നെ 6 മണിക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വെള്ളത്തിൽ ഇറക്കിയ സ്ഥിതിക്ക് പിന്നെ അവർ കയറ്റിയിട്ടില്ല. എന്നാലും ഒന്നും കൂടി സൗകര്യങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. പിന്നെ എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങൾക്കും ഒരു ചുരുള അയ്യേണ്ടതുണ്ട്. അത് അയച്ചുകൊണ്ടിരിക്കേണ്ട അയാള്. അയാൾക്ക് അതിനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞാൽ അതെ. ഭക്ഷണം കഴിച്ചില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇതായി കൊണ്ടുക്കാം. ഞാൻ ഭക്ഷണം വാങ്ങി കൊടുത്തു. അതങ്ങനെ തന്നെ. അതൊക്കെ ഇനി ഇവരല്ലേ തീരുമാനിക്കണ്ടേ. പൊക്കൂല എന്നുള്ള ഒന്നും എന്താ പറഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ അധികകാര്യമായി പറയേണ്ടത് ഇവിടുത്തെ ജില്ലാ ഭരണകൂടമാണ്. എന്തായാലും ഈ സാധനങ്ങൾ അവിടെ ഉണ്ട്, അത് ഉറപ്പാണ്. 2 വാഹനം ഉണ്ട്. അതൊരിക്കലും കഴിയൂല, അറിയില്ല എന്നുള്ളത്. ഇനി അതൊക്കെ മേലോട്ട് വന്നു കഴിഞ്ഞാലേ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അത് തല കീഴായിട്ടുള്ളത്, ഇത് തല കീഴായിട്ടല്ല. ക്യാബിൻ ഇതുവരെ സുരക്ഷിതമായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. ഞങ്ങളെ വണ്ടിന്റെ ക്യാബിന്റെ ഉള്ളിലുള്ള ഒരു പാർട്സ് ഇതുവരെ കിട്ടിയിട്ടില്ല. മറ്റു പാർട്സുകൾ ഒരുപാടെണ്ണം കിട്ടിയല്ലോ നമുക്ക്. പക്ഷെ അതില് ഒരു ഭാഗത്ത് പോലും നമ്മളെ ക്യാബിന്റെ ഉള്ളിലുള്ള പല സാധനങ്ങളും ഉണ്ട്, ക്യാബിന്റെ ഉള്ളിലുണ്ടാവും. ആ സാധനങ്ങളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതിന്റെ അർത്ഥം ക്യാബിനൊന്നും പറ്റരുതെന്നാണ് എന്റെ മനസ്സ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ബാക്കി രണ്ടാമത്തെ പണിയായിക്കിന് വണ്ടി. ട്രക്കിന്റെ ആവാൻ ചാൻസ് കുറവാണെന്നാ പറയുന്നത്. മൂപ്പര് പറയുന്ന പ്രകാരം ടെമ്പോ ട്രാവലറോ അങ്ങനെയുള്ള എന്തോ ആണെന്നുള്ളതാ പറയുന്നത്. അപ്പൊ ഇത് എന്താന്നുള്ള ഈ അത്ഭുതം തോന്നുന്നുണ്ട്. ഇവിടുത്തെ ഈ വെള്ളത്തിന്റെ അടിയിൽ ഇനി എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഇനി കൂടുതൽ എന്താണ് നിഷ്പക്ഷമായിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് ഇയാളെ തിരയാൻ അനുവദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് സംവിധാനം ഇതൊക്കെ മതി. ഈ തെരച്ചിലിന് ഇത് മതി. ഡൈവേഴ്സ് ഉണ്ടെങ്കിൽ അയാളെ കൂടെ ഡൈവേഴ്സ് ഉണ്ട്. പക്ഷെ അനുവദിക്കാത്തത് കൊണ്ടാണ് ഈ 5 പൈസ പ്രതിഫലം വാങ്ങാതെ വന്ന് ചെയ്തും കൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അയാള്. ആ ഇതിലേക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അയാൾക്ക് ഒറ്റക്കാണ്. വെള്ളത്തിന്റെ അടിയിൽ നിന്ന് അയാൾക്ക് എന്തൊക്കെ സംഭവിച്ചു എനിക്ക് നീന്തി രക്ഷപ്പെടുത്താൻ പോലും അറിയില്ല. അതേമാതിരി സഹായത്തിന് ആളുകളെ വരെ നിർത്താൻ അവിടെ നിൽക്കണില്ല. എല്ലാവരും കൂടുതൽ അയാൾക്കൊരു കൂടുതൽ മാൻ പവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയും കാര്യങ്ങളൊക്കെ നടക്കും. എനിക്ക് അയാളെ മുകളിൽ 100% വിശ്വാസമുണ്ട്. നമുക്ക് നമ്മളെ വണ്ടിയും എല്ലാം അർജുനെയും ഒക്കെ കണ്ടെത്തി തരും അയാൾ.